ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 ദ പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ്, താൽക്കാലികമായിട്ടുള്ള അലോട്ട്മെന്റ് ലിസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. സോ മക്കളെ, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഈ ചാനലിലേക്ക് എത്തുന്നതെങ്കിൽ കീമിന്റെ എല്ലാവിധ അപ്ഡേറ്റുകളും, അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ഫാർമസി അപ്ഡേറ്റുകളും സ്റ്റഡി മെറ്റീരിയൽസും ഇനി അങ്ങോട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ടിനായി നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതോടൊപ്പം ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ടുള്ള സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ ഇനി അങ്ങോട്ട് അഡ്മിഷൻ ഉണ്ട്, ഡോക്യുമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞെങ്കിലും അലോട്ട്മെന്റുകൾ ഉണ്ട്. സോ ഫീ പേയ്മെന്റ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനും മടിക്കേണ്ട. സോ കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് രാവിലെ മുതൽ വന്നിരിക്കുന്ന ലിസ്റ്റ് എന്താണ് എന്ന് പല വിദ്യാർത്ഥികൾക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. നിങ്ങൾ മനസ്സിലാക്കുക, പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ് ആണ്. എന്താണ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ്? താൽക്കാലികമായിട്ട് ട്രയൽ ആയിട്ടൊക്കെ, അതായത് ട്രയൽ അലോട്ട്മെന്റ് വന്നു, അതിനുശേഷം വരുന്ന ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഒരു ഡെമോ ആണ് എന്ന് നമുക്ക് പറയാം. അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു അലോട്ട്മെന്റ് ലിസ്റ്റ്. ഇത് വെച്ച് നിങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഏകദേശം കുറഞ്ഞതൊരു 10 പ്രധാനപ്പെട്ട കോളേജുകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന 10 കോളേജുകൾ ഉണ്ടാവുമല്ലോ. ആദ്യമൊക്കെ ടോപ്പായിട്ട് വെച്ചിട്ടുള്ളത് റാങ്ക് കുറഞ്ഞവർക്ക് കിട്ടണമെന്നില്ല. ആ 10 കോളേജുകളിൽ നിങ്ങൾ വെച്ചിട്ടുള്ള കോഴ്സ് എടുക്കുക, നിങ്ങളുടെ കാറ്റഗറി എടുക്കുക. എന്നിട്ട് അത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള, ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ഒരു പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക. അതായത് എങ്ങനെയാണ്? നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് അറിയാം, ഓക്കെ, ജനറൽ റാങ്ക് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ വെച്ചിട്ടുള്ള കോളേജും കോഴ്സിനും അനുസരിച്ചുള്ള കോമ്പിനേഷൻ നേരെ ഇങ്ങനെ നോക്കുമ്പോൾ, ഒന്നെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് ആദ്യം ചെക്ക് ചെയ്യുക, അതല്ല എങ്കിൽ നിങ്ങളുടെ എന്ത് ചെയ്യണം, നിങ്ങളുടെ കാറ്റഗറി വെച്ച് നോക്കുക. അപ്പോൾ അവിടെ വന്നിട്ടുള്ള റാങ്ക്, നിങ്ങളുടെ റാങ്ക്, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള റാങ്കിനേക്കാളും കുറവാണോ കൂടുതലാണോ എന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആ ഒരു അനാലിസിസിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ, തന്നെക്കാൾ അതേ കാറ്റഗറിയിൽ അതേ കോളേജിൽ തന്നെക്കാൾ റാങ്ക് കുറഞ്ഞ ഒരാളെ കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെയൊക്കെ നോക്കി എന്തെങ്കിലും പ്രധാനപ്പെട്ട മിസ്റ്റേക്സ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയാണ് എങ്കിൽ, ഇന്ന് രാവിലെ നോട്ടിഫിക്കേഷൻ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ചെയ്തു. info.ce.gov.in kerala.gov.in എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് സബ്ജക്റ്റ് നിങ്ങൾ വയ്ക്കേണ്ടത് ആ പറയുന്ന പോലെ തന്നെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ് എന്നായിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ പ്രോബ്ലവും സ്ക്രീൻഷോട്ടും ഒക്കെ ചെയ്ത് അയക്കുക. ഇത് കഴിഞ്ഞിട്ട് ജൂലൈ 8-ാം തീയതി, അതായത് ഇന്നാണ്, ഇന്ന് രാത്രിയോടുകൂടി വൈകുന്നേരം 10 മണിക്കകത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ മെയിൽ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 2 PM വരെയാണ്, 2 PM വരെയാണ്. അതിനുശേഷം ഇന്ന് രാത്രിയോടുകൂടി തന്നെ, വൈകുന്നേരത്തോടു കൂടി തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കും. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റുമായിട്ട് ഏകദേശം സെയിം തന്നെ ആയിരിക്കും, നിങ്ങൾ പേടിക്കേണ്ട. പക്ഷേ ഇതുപോലെ മെയിൽ അയക്കുന്ന കുട്ടികളുടെ ചില ചേഞ്ചസ് മാത്രം എന്തായിരിക്കും അതിൽ റിഫ്ലക്ട് ചെയ്യും. അതാണ് ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നാളെ മുതൽ, കൃത്യമായിട്ട് 9-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ്, CEക്ക് ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യാം. ഇപ്പോൾ അലോട്ട്മെന്റ് വന്നാൽ തന്നെ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ടത്, ആ അലോട്ട്മെന്റ് മെമ്മോ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തിട്ട് എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്നുൾപ്പെടെ നോക്കണം. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നാളെ മുതൽ നിങ്ങളത് ഫീ പേയ്മെന്റ് ചെയ്യേണ്ടത്. ഫീ പേയ്മെന്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷൻ കിട്ടിയാലും അതും അതിന് മുകളിലോട്ടുള്ളതും നിലനിൽക്കാൻ നിങ്ങൾ ഫീ പേയ്മെന്റ് എന്തായാലും ചെയ്യണം. എന്നിട്ട് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകും, ഹയർ ഓപ്ഷൻ അതുപോലെ വെക്കാം, അല്ലെങ്കിൽ റീ എഡിറ്റ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, വാട്ട് എവർ യു ക്യാൻ ഡു. സോ നമുക്ക് എന്ത് ചെയ്യാം, കാത്തിരിക്കാം. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ. ഓൾ ദി ബെസ്റ്റ്.